എം ജി മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, ഈ സ്റ്റേഡിയം സജ്ജമാകാത്തത് പ്രതിസന്ധി എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ അത് പൂർത്തിയായിട്ടില്ല എന്നുള്ളത് വലിയ വീഴ്ചയല്ലേ? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഭവ്യ, എന്ത് മാനദണ്ഡങ്ങളാണ് ലംഘിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ലാ നാസിയോൺ എന്ന അവിടുത്തെ മാധ്യമം റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണ് ഇത്തരത്തിൽ ഈ സ്റ്റേഡിയത്തിൻ്റെയും ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണവും ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി അർജന്റീനിയൻ അതായത് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികൾ കേരളത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അവർ പരിശോധിച്ചതിന് ശേഷം തിരികെ പോയി ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. അതിൽ ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായി എന്ന് അവർ എടുത്തു പറയുന്നില്ല എങ്കിൽ പോലും തന്നെ അതിലൊക്കെ ചില ലംഘനങ്ങൾ ഉണ്ടായി എന്ന് ലാ നാസിയോൺ അടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഈ ഒരു കരാറിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നതിൽ നിന്ന് പിന്നോട്ടടിച്ചതെന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്നിപ്പോൾ സ്പോൺസർ തന്നെ പറയുന്നതനുസരിച്ച് ഫിഫയുടെ അനുമതി അത് വൈകുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നവംബറിൽ മെസ്സിയും ഒപ്പം തന്നെ അർജന്റീന ടീമും വരാത്തതെന്നാണ് ഇത്തരത്തിൽ സ്പോൺസറിന്റെ ഒരു വാദമുള്ളത്. ഏതാണ് ശരിയെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലൊക്കെ തന്നെ ഇനി ഏത് വാദങ്ങളൊക്കെ മുൻപോട്ട് വെച്ചാലും അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ടാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞാൽ പോലും തന്നെ ആരാധകരെ നിരാശരാക്കുന്ന ഒരു മറുപടിയാണ് സ്പോൺസർ ഭാഗത്തു നിന്നും ഉണ്ടായത്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന മെസ്സി വരും 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 വരുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന സ്പോൺസർ തന്നെ ഇപ്പോൾ പറയുന്നു നവംബറിൽ വരുന്നില്ല, അടുത്ത വിൻഡോ തുറക്കുമ്പോൾ അതായത് മാർച്ചിൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരും, വീണ്ടും മത്സരം നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു സംഭവം നടക്കട്ടെ, മെസ്സിയും അർജന്റീന ടീമും വരട്ടെ, നമുക്ക് എല്ലാവർക്കും കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം തന്നെയാണത്. അത്തരത്തിൽ ആരാധകർ പ്രതീക്ഷിച്ച് വളരെ കാലങ്ങളായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൽ മെസ്സിയെയും ഒപ്പം തന്നെ ഫുട്ബോളിനെയും ആരാധിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഭൂരിഭാഗം ജനങ്ങളും ഫുട്ബോളിനെ ആരാധിക്കുന്നവർ തന്നെയാണ്. അത്തരത്തിൽ നമ്മൾക്കറിയാം മറ്റൊരു രാജ്യങ്ങളിലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ അത്രത്തോളം ആവേശകരമായിട്ടാണ് ഓരോ ലോകകപ്പ് വരുമ്പോഴും അവരുടെ ഓരോ ടീമിനെയും, പ്രത്യേകിച്ച് അർജന്റീനയാകട്ടെ, ഇത്തരത്തിൽ ബ്രസീലാകട്ടെ, ഇംഗ്ലണ്ടാകട്ടെ, പോർച്ചുഗൽ ആകട്ടെ, മറ്റ് ഏത് ടീമിനെ ആയാൽ പോലും തന്നെ അവരെയൊക്കെ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ വലിയ കട്ടൗട്ടുകളിലൂടെ ഒക്കെ നമ്മൾ ഉയർത്തി അത്രത്തോളം ആർപ്പുവിളിയോടുകൂടിയും ആവശ്യത്തോടുകൂടിയും ഒക്കെ നമ്മൾ ആ ഫുട്ബോൾ മത്സരങ്ങൾ കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മെസ്സിയുടെയും അർജന്റീനയുടെയും കടന്നുവരവ് ഉണ്ട് എന്ന് സ്പോൺസർ പ്രഖ്യാപിച്ച അന്ന് തൊട്ട് കാത്തിരിക്കുന്നതാണ്, ഈ നിമിഷം വരെയും കാത്തിരുന്നതാണ് മെസ്സിയെ കാണാൻ, ഒരു നോക്ക് കാണാൻ വേണ്ടി കേരളത്തിലെ ആരാധകർ. നവംബർ വിൻഡോയിൽ കേരളമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അറിയേണ്ടത്, ആരാധകർക്ക് അറിയേണ്ടത്, പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഒന്ന് മാത്രമാണ്. ഇനി കേരളത്തിൽ ഒരു മത്സരത്തിന് ഒരു സാധ്യതയുണ്ടോ? മെസ്സി കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എം ജി മിഥുൻ? അതായത് മാർച്ചിലാണ് ഇനി അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നത് മാർച്ചിലാണ് എന്നുള്ളതാണ്. അപ്പോൾ 2 മത്സരങ്ങൾ സ്വാഭാവികമായും അർജന്റീന ടീമിന് ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ നേരത്തെ കായിക നിരീക്ഷകൻ രാകേഷ് അടക്കമുള്ളവർ സൂചിപ്പിച്ച പോലെ തന്നെ 2026 ലോകകപ്പ് അടുത്തു വരുന്ന സമയമാണ്, ലോകകപ്പിനോട് അടുത്തു വരുന്ന മാസങ്ങളാണ്. ആ സമയത്ത് മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോയി ഇങ്ങനെ മത്സരം കളിക്കാനുള്ള സാധ്യത ഉണ്ടാകുമോ? പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വന്ന് മത്സരം കളിക്കാനൊക്കെ ഉള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് ഇത്തരത്തിൽ കായിക രംഗത്തുള്ള വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാനാകൂ, അതേ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാനാവൂ. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ കൂടി ഇപ്പോൾ സ്പോൺസർ പങ്കുവെക്കുന്നുണ്ട്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വരില്ല, അടുത്ത വിൻഡോയിൽ കാണാം അല്ലെങ്കിൽ അടുത്ത വർഷം കാണാം എന്ന രീതിയിലായിരിക്കുമോ വീണ്ടും പറയാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. നിലവിലെ സാഹചര്യത്തിൽ നവംബറിൽ മെസ്സി എത്തില്ല എന്നുള്ളതാണ്. പക്ഷേ വരില്ല എന്ന് പറയുന്നില്ല. അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ മാർച്ചിൽ അർജന്റീന ടീമും മെസ്സിയും വരും. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയെന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം നമുക്കറിയാം ഇതിന് തുടക്കം മുതൽ ഓരോ വിഷയങ്ങളിലും അത് എടുത്തു പറയുന്നതിന് വേണ്ടി ഓരോ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു ചേർത്ത് നിരന്തരം അവരുടെ ചോദ്യങ്ങൾക്കുമൊക്കെ കൃത്യമായി മറുപടി നൽകിക്കൊണ്ടിരുന്ന വ്യക്തി കൂടിയാണ് ആൻഡോ അഗസ്റ്റിൻ. നമ്മൾ പലതവണ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഓരോ വാർത്തകൾ പുറത്തുവിടുമ്പോഴും അദ്ദേഹം അതിൽ മടിക്കാതെ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ആവർത്തിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു മെസ്സി വരും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുമതി ലഭിച്ചില്ല എന്നുള്ളൊരു വിശദീകരണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ മാത്രം ഒതുക്കി എന്നുള്ളതാണ് ആരാധകരെ സംബന്ധിച്ച് മറ്റുള്ളവരെ സംബന്ധിച്ചൊക്കെ ഒരു ഞെട്ടലുളവാക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒട്ടനവധി ചോദ്യങ്ങൾ
അദ്ദേഹത്തിന് മുന്നിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അതിനൊക്കെ എന്ത് മറുപടിയാകും അദ്ദേഹം നൽകാൻ പോകുന്നത് മുമ്പിലേക്ക് വരും. അതിന് കൃത്യമായ ഉത്തരം നൽകി. എന്തുകൊണ്ട് മത്സരം ഉപേക്ഷിച്ചു എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത നമുക്ക് ലഭ്യമായിട്ടില്ല. അത് നൽകിയ മതിയാകുള്ളൂ. ഒപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? കായിക മന്ത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? കാരണം അബ്ദുറഹ്മാനൊക്കെയായിരുന്നു തുടക്കത്തിൽ മെസ്സി വരും ട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് നൽകിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഇപ്പോൾ മെസ്സി കേരളത്തിലേക്ക് ഇല്ല എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്ന സാഹചര്യത്തിൽ വന്നിട്ടുണ്ടോ മിഥുൻ? അങ്ങനെ ഒരു പ്രതികരണം ഇതുവരെയും കായിക വകുപ്പിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കായിക മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് മെസ്സി വരും ട്ടോ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ വരില്ല ട്ടോ എന്ന് മാത്രമേ നമുക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റൂ എന്നുള്ളതാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ സ്പോൺസറാണ് നടത്തിയിരിക്കുന്നത്. AFAO അല്ലെങ്കിൽ ഇത്തരത്തിൽ കായിക മന്ത്രിയോ അല്ലെങ്കിൽ കായിക വകുപ്പോ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നത് സ്പോൺസറെ മാത്രമാണ്. സ്പോൺസർ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ അവരുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ചർച്ച ചെയ്തിട്ടും ഉള്ളതും AFAയുമായി ഒക്കെ കൂടിയാലോചനകൾ നടത്തിയിട്ടുമുള്ള ഒക്കെ ഈ സ്പോൺസർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് മാത്രമേ നമുക്കിപ്പോൾ മുഖവിലക്കെടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എന്ത് പ്രതികരണമായിരിക്കും ഇനി കായിക മന്ത്രി നടത്താൻ പോകുന്നതെന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. പ്രത്യേകിച്ച് ആരാധകർക്ക് മുന്നിലേക്ക് പോയി അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്താണ് ഇത്ര നാൾ ഈ മെസ്സി വരും എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണം നടക്കുകയും ഒപ്പം തന്നെ അതിനുവേണ്ടി ആരാധകർ ഒത്തുകൂടുകയും ചെയ്ത് പിന്നീട് ടിക്കറ്റ് വിൽപ്പനയിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് വരെ പറഞ്ഞിരുന്നു. അതായത് ഉടൻ തന്നെ ടിക്കറ്റ് റേറ്റ് പ്രഖ്യാപിക്കും. 1 കോടി രൂപ വരെ ഒരു ടിക്കറ്റിന്, ഒരു VIP ടിക്കറ്റിന് 1 കോടി രൂപ വരെ റേറ്റ് ഉണ്ട് എന്നുള്ള അടക്കമുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തതാണ്. അങ്ങനെ ഓരോ രീതിയിലുമുള്ള അഭ്യൂഹങ്ങൾ ഈ സംഭവത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ടിക്കറ്റ് വിൽപ്പന ഉടൻ ഉണ്ടാകും, ടിക്കറ്റ് ഉടൻ തന്നെ പുറത്തിറക്കും, അതിൻ്റെ ഓപ്പൺ ചെയ്യുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ആൻഡോ അഗസ്റ്റിൻ നടത്തുകയും ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ വരില്ല എന്ന് പറയുകയും ചെയ്തു. മറ്റൊന്ന് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഒരു ടീം കളിക്കാൻ വരുമ്പോൾ അതിന് മറ്റൊരു ടീം കൂടി വേണമല്ലോ നേർക്കുനേർ വരാൻ. പക്ഷേ ആ ടീം ഒരു തരത്തിലും ഒരു പ്രതികരണവും ഇതുവരെ, അതായത് അർജന്റീൻ ടീമുമായി അവർ കരാർ ഒപ്പിടുകയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ചെയ്തതാണ്. പക്ഷേ ഓസ്ട്രേലിയൻ ടീം വരുമെന്ന് പറഞ്ഞത് ആൻഡോ അഗസ്റ്റിനാണ്. പക്ഷേ അത് സംബന്ധിച്ച് ഓസ്ട്രേലിയൻ ടീമിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവരുടെ ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുമുള്ള പ്രതികരണം നാളിതുവരെ ആയിട്ടുണ്ടായിട്ടില്ല, ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ അവരുടെ പ്രതിനിധികൾ വന്ന് സ്റ്റേഡിയം പരിശോധിക്കുന്ന അടക്കമുള്ള ഒരു നടപടികൾ പോലും ഉണ്ടായിട്ടില്ല. അവിടെ വിസ പ്രോസസ്സിംഗ് നടക്കുന്നു എന്ന് മാത്രമുള്ള ഒരു പ്രതികരണം മാത്രമായിരുന്നു ആൻഡോ അഗസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ ബാലിശമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ മാത്രമായിരുന്നു എതിർ ടീമിന്റെ കാര്യത്തിൽ ആൻഡോ അഗസ്റ്റിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ അദ്ദേഹം പറയുന്നതനുസരിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. നവംബറിൽ മെസ്സിയും അർജന്റീൻ ടീമും വരില്ല കേരളത്തിലേക്ക്. ആരാധകർക്ക് നിരാശ പങ്കുവയ്ക്കുന്ന ചില വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് 2026 മാർച്ചിൽ മെസ്സിയും അർജന്റീൻ ടീമും ഇവിടേക്ക് കളിക്കാൻ എത്തുമെന്ന രീതിയിൽ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പങ്കുവച്ചത്. എന്തായാലും സ്പോൺസർ ആൻഡോ അഗസ്റ്റിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം 10:30 മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. എന്ത് പറയും, എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന്, നമുക്ക് എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നതെന്ന് അപ്പോൾ നമുക്ക് അറിയാമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കേരളത്തിലേക്ക് മെസ്സി വരും ട്ടോ എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കേരളത്തിന്റെ കായിക മന്ത്രിയാണ്, നമ്മുടെ സർക്കാരാണ്. അത് ആവർത്തിച്ചുകൊണ്ടിരുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ടീം സ്പോൺസറായിട്ടുള്ള സ്പോൺസർമാരാണ്. ഇപ്പോഴിതാ എന്നാൽ ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായി വരുന്നത്. അർജന്റീന ടീം തന്നെ നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നു. ഫിഫ അനുമതി നൽകിയില്ല എന്നാണ് സ്പോൺസർമാർ നൽകുന്ന വിശദീകരണം. സ്പോൺസർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പറയാനുണ്ടോ എന്ന് നമുക്ക് 10:30 കാണാം. 10:30 ആൻഡോ അഗസ്റ്റിൻ, സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. MG മിഥുനാണ് വാർത്തയുടെ വിശദ വിവരങ്ങൾ നൽകി. നമുക്ക് വളരെ